അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചെമ്മീൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഉമ്മാൻ്റെ അടിപൊളി മസാലയാണ് ഇത്. നെയ്ച്ചോറിനും വെറും ചോറിനൊക്കെ കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കും. ഉമ്മ ഇന്നെന്ന സ്പെഷ്യൽ ഉമ്മ ചെമ്മീൻ മസാല ആക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ചെമ്മീൻ മസാലയാണ്. പിന്നെ എന്നെ കാണിക്കേണ്ട അവസ്ഥയില്ല, ഞാൻ വലിയ പട്ടിയിൽ ഇട്ടിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് വേണ്ട, ഞാൻ ചെറിയൊരു വിരല് വീണിട്ട് ഞാൻ റെസ്റ്റിലുള്ളത്. കുറച്ച് ചെമ്മീൻ, പിന്നെ ചെറിയ 2 തക്കാളി, ഒരു ഉള്ളി ഫുള്ള്, പിന്നെ 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കരിവേപ്പിലയും, പിന്നെ മല്ലിയില. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ മസാല കുറച്ച് ഗ്രേവിയും നെയ്ച്ചോറ്റിന്റെ സ്പെഷ്യൽ ഒന്ന് ക്രഷ് ചെയ്യല്ല, നല്ലോണം അരിയണം. അപ്പൊ ഇതെല്ലാം അരക്കുക ചെയ്യണ്ടല്ലേ? ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരക്കലല്ലേ? അപ്പൊ ഇതൊക്കെ മിക്സിയിലത്ത് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിന് മുമ്പ് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണേ. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. വേറെ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല, വെറും മഞ്ഞളും മുളകും ചേർക്കുക. ഈ പച്ചമസാലയും ചേർത്തിട്ട് ഒന്ന് ക്രഷുമല്ല, നല്ലോണം അരിയും ചെയ്യേണ്ട, എന്നാലും കുറച്ച് അരിയണം, ആ രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ്റെ അകത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഈ അരച്ച മസാല ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് വരെ മസാല പുരട്ടിയിട്ട് അവിടെ വെക്കുക. മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. മതി വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച ചെമ്മീൻ മസാല അടക്കം ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നത്. നന്നായിട്ട് എണ്ണയിലിട്ട് ഈ മസാലയൊക്കെ വെന്ത് നല്ല കക്കം പോലെ ആവും. ഈ ചെമ്മീനിന്ന് കുറച്ച് വെള്ളം ഊറി വരുമല്ലോ, അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം, മസാലയായിട്ട് വരണം. അപ്പോൾ നമ്മൾ നല്ലോണം ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ല കക്കം പോലെ ആക്കിയിട്ട് എടുക്കണം. ഇത്രയും പണിയുള്ളൂ കേട്ടോ. ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പോൾ ഏകദേശമായി നന്നായിട്ടൊന്ന് വറ്റണം. വറ്റിയതിന് ശേഷം നമ്മളെ മല്ലിച്ചപ്പോ നമ്മളെ വേറുണ്ടല്ലോ സ്പെഷ്യൽ ഈ ഗീയും എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം. എത്ര എണ്ണ വാർന്നാലും കുറച്ച് ഗീ വാരണം മസീല. എത്ര എണ്ണ ഗീ ഇല്ലാണ്ട് ശരിയാവില്ലല്ലോ ഉമ്മ? ഒന്നുമില്ല, മതി. ഇത് മല്ലിച്ചപ്പന്നേ. ഇത് നെയ്ച്ചോറ്റിന്, ദോശക്ക്, വെറുചോറ്റിന്, എല്ലാ ഭക്ഷണത്തിനും ഇത് ഭയങ്കര ടേസ്റ്റ്. ഇതിനൊക്കെ വേറൊന്നും ഉണ്ടാകും. വെറുചോറ് വെക്കുമ്പോൾ ഒന്നിക്കിൽ ചട്ടിനി അല്ലെങ്കിൽ മുളകിട്ട് അല്ല പരിപ്പൊന്നും പറ്റൂല. ഇത് മാത്രം, വേറെ ഒന്നും പറ്റൂല. ഇത് വെക്കുക, നെയ്ച്ചോറ് അടിച്ചിട്ട് കഴിച്ചാലോ. പിന്നെ എണ്ണ ഉണ്ട് ഇങ്ങനെ തെളിയുന്ന. ഓക്കെ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റോട് കൂടിയുള്ള നല്ല അടിപൊളി വെറൈറ്റി ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉമ്മ നല്ല ചൂട് പുക പോകുന്ന നെയ്ച്ചോറും നല്ല അടിപൊളി ചെമ്മീൻ മസാലയും. നെയ്ച്ചോറിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. നല്ല പഴയ സ്റ്റൈലുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും നെയ്ച്ചോറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ ഈ ചെമ്മീൻ മസാലയും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല മക്കളെ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടൻ വരുന്നത് വരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.